ഒരു കസേര പിടിമുറുക്കിയിരിക്കുന്നത് 5 പേർ. KPCC അധ്യക്ഷനെ അടുത്തയാഴ്ച പ്രഖ്യാപിക്കുന്നതോടെ ഡൽഹിയിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന 5 പേരുകൾ ഇങ്ങനെയാണ്: ജോസഫ് വാഴയ്ക്കൻ, ബെന്നി ബെഹനാൻ, കൊടിക്കുന്നിൽ സുരേഷ്, മാത്യു കുഴൽനാടൻ, അടൂർ പ്രകാശ്. നേതാക്കന്മാർ ഒന്നാകെ ഡൽഹിയിൽ തമ്പടിച്ചിരിക്കുകയാണ്. ഈ പറഞ്ഞ പേരുകളിൽ ഒരാൾ KPCC അധ്യക്ഷനാകുമെന്ന് ഉറപ്പാണ്. കസേര ലക്ഷ്യമിട്ട് ആദ്യം മുന്നിലുണ്ടായിരുന്നത് ഷാഫി പറമ്പിൽ MP ആയിരുന്നു. എന്നാൽ VD സതീശൻ പക്ഷം ശക്തമായി എതിർത്തതോടെ KC വേണുഗോപാലിന് ഷാഫിയെ മാറ്റി നിർത്തേണ്ടി വന്നു. പകരം തന്റെ വിശ്വസ്തനായ മാത്യു കുഴൽനാടന്റെ പേരാണ് KC മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതേസമയം മന്ത്രിസഭയിൽ ഭൂരിഭാഗം വകുപ്പുകളും തന്റെ നോമിനികൾക്കായി ഒപ്പുവെച്ച KCക്ക് KPCC അധ്യക്ഷ പദവി കൂടി വിട്ടു നൽകുന്നതിന് സതീശനും ചെന്നിത്തലയും ശക്തമായി എതിർക്കുന്നുണ്ട്. A ഗ്രൂപ്പിന് പദവി ഒപ്പിക്കുന്നത് വഴി ബെന്നി ബെഹനാനെ അരിയിട്ട് വാഴിക്കാനാണ് ഒരു വിഭാഗം നേതാക്കൾ ശ്രമിക്കുന്നത്. അതേസമയം മന്ത്രി പദവി നഷ്ടമായ ചാണ്ടിയുമ്മനെ KPCC അധ്യക്ഷനാക്കണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട്. മുഖ്യമന്ത്രി പദവി കൈവിട്ട് രമേശ് ചെന്നിത്തല മുന്നോട്ട് വെച്ച പേരാണ് ജോസഫ് വാഴയ്ക്കന്റേത്. എന്നാൽ അവസാന ലാപ്പിൽ ഏറെ പിന്നിലാണ് വാഴയ്ക്കൻ. KC വേണുഗോപാൽ പിടിമുറുക്കുകയാണെങ്കിൽ മാത്യു കുഴൽനാടൻ KPCC അധ്യക്ഷ പദവിയിലെത്തും. നിലവിലെ അധ്യക്ഷൻ സണ്ണി ജോസഫ് KC പക്ഷത്തായതുകൊണ്ട് അധ്യക്ഷ പദവി വിട്ടുകൊടുക്കില്ലെന്ന് കട്ടായം പറയുന്നുണ്ട് KC ക്യാമ്പ്. ഇവർക്ക് പുറമെയാണ് ഡൽഹിയിൽ മല്ലികാർജുൻ ഖർഗെയെ വട്ടം പിടിച്ചിരിക്കുന്ന കൊടിക്കുന്നിൽ സുരേഷ് MP ചെലുത്തുന്ന സമ്മർദ്ദമെന്നും കാണാൻ കഴിയും. നേരത്തെ ഷാഫി പറമ്പിൽ ഉറപ്പിച്ച കസേരയാണ് ചില താൽപര്യങ്ങൾക്ക് വഴങ്ങി നേതാക്കൾ കണ്ടില്ലെന്ന് നടിക്കുന്നത്. ജാതിമത സമവാക്യങ്ങൾ ഷാഫിക്ക് തിരിച്ചടിയാണെങ്കിലും KC വേണുഗോപാലിന്റെ പിന്തുണയായിരുന്നു ധൈര്യമായി നിന്നത്. A ഗ്രൂപ്പിന്റെ ശക്തനായ വക്താവ് ബെന്നി ബെഹനാൻ MPയെ നിയമിക്കാമെന്ന ധാരണയിലാണ് ആദ്യം എത്തി നിന്നത്. KPCC അധ്യക്ഷ കസേര ലക്ഷ്യം വെച്ച് മല്ലികാർജുൻ ഖർഗെയെ കൊടിക്കുന്നിൽ സന്ദർശിച്ചിരുന്നു. എന്നാൽ KC വേണുഗോപാൽ ഈ നീക്കം തടഞ്ഞു. ഇതോടെയാണ് ഷാഫി പറമ്പിലോ ബെന്നി ബെഹനാനോ പദവിയിൽ എത്തുമെന്ന് ഉറപ്പിച്ചത്. ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള വ്യക്തി മതി എന്ന തീരുമാനത്തിലെത്തിയാൽ ബെന്നിക്ക് നറുക്കുവീഴും. ഈ നീക്കം തടയുന്നതിനോട് KC വേണുഗോപാൽ മാത്യു കുഴൽനാടിന്റെ പേര് മുന്നോട്ട് വയ്ക്കുന്നത്. അതേസമയം ഷാഫി പറമ്പിൽ പോലെ ഒരു നേതാവിനെ അധ്യക്ഷ പദവിയിൽ എത്തിച്ചാൽ അത് യുവാക്കളെ പാർട്ടിയിലേക്ക് ആകർഷിക്കുമെന്നാണ് ചില നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. മുഖ്യമന്ത്രി ചർച്ചയിൽ ഷാഫി പറമ്പിലിന്റെ തുറന്ന പിന്തുണ KCക്ക് കിട്ടിയിരുന്നു. അവസാന ലാപ്പിലാണ് KCയുടെ പേര് വെട്ടി സതീശൻ മുഖ്യമന്ത്രിയായത്. ഇതോടെ KC ക്യാമ്പ് കടുത്ത നിരാശയിലായി. അതേസമയം തന്റെ നോമിനികളെ മന്ത്രിമാരാക്കി സർക്കാരിനെ നിയന്ത്രിക്കാനുള്ള നീക്കം നടത്തിയ KC അതിൽ പൂർണ്ണമായും വിജയിച്ചുവെന്നും നമ്മൾ കണ്ടതാണ്. ഇതിന്റെ ബാക്കിയായി കോൺഗ്രസ് പാർട്ടിയെ കൂടി തന്റെ വിരൽ തുമ്പിൽ എത്തിക്കണമെന്ന ലക്ഷ്യത്തിലൂന്നിയുള്ള നീക്കമാണ് KC വേണുഗോപാൽ നടത്തുന്നത്. നിലവിലെ അധ്യക്ഷൻ സണ്ണി ജോസഫ് KC പക്ഷത്തെ കരുത്തനായ നേതാവാണ്. സണ്ണി ജോസഫ് മാറിയാൽ അതേ സ്ഥാനത്ത് തന്റെ നോമിനി തന്നെ വരുമെന്ന് ഉറപ്പിക്കുന്നുണ്ട് KC വേണുഗോപാൽ. ഈ നീക്കമാണ് മാത്യുവിൽ എത്തി നിൽക്കുന്നത്. സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ 1ാം നമ്പർ പദവിയാണ് KPCC അധ്യക്ഷ സ്ഥാനം. അതുകൊണ്ട് 1/2 ഡസൻ നേതാക്കളെങ്കിലും ഈ കസേര ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. ഇവിടെ KCയുടെ തീരുമാനങ്ങളാണ് AICC അംഗീകരിക്കുക. മുഖ്യമന്ത്രി പദവി വിട്ടു നൽകിയതോടെ ഹീറോ പരിവേഷം ഇപ്പോൾ KC വേണുഗോപാലിനുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ കോൺഗ്രസിൽ അവസാന വാക്ക് KC വേണുഗോപാലിന്റേതാണ്. ഇവിടെയാണ് അദ്ദേഹം മാത്യു കുഴൽനാടന്റെ പേര് നിർദ്ദേശിച്ചിരിക്കുന്നത്. സാമുദായിക സന്തുലനം ആവശ്യമാണെങ്കിൽ മാത്രം പന്ത് ബെന്നി ബെഹനാന്റെ കോർട്ടിലെത്തും. ആന്റണി MPയുടെ പേരും ക്രിസ്ത്യൻ സമുദായ പ്രാതിനിധ്യവും ഉറപ്പാക്കാൻ ചില കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. എന്നാൽ I ഗ്രൂപ്പും A ഗ്രൂപ്പും തമ്മിലുള്ള വീതം വെയ്പിൽ ആരെ പിന്തള്ളുമെന്നത് കണ്ടറിയണം. അതേസമയം മുഖ്യമന്ത്രി പദവി കൈവിട്ടതിന് പിന്നാലെ താൻ നിർദ്ദേശിക്കുന്ന വ്യക്തിക്ക് KPCC അധ്യക്ഷ പദവി നൽകണമെന്നാണ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെടുന്നത്. അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന പേര് ജോസഫ് വാഴയ്ക്കന്റേതാണ്. ഇതിന് കോൺഗ്രസ് വഴങ്ങിയോ എന്ന് വ്യക്തമല്ല. കൂടെ നിൽക്കുന്നവരെ പരിഗണിക്കാത്ത നേതാവ് എന്ന ചീത്തപ്പേര് തനിക്കുണ്ടെന്നും ഇനിയും ഒപ്പമുള്ളവരെ കണ്ടില്ലെന്ന് നടിക്കാൻ സാധിക്കില്ലെന്നും പറയുന്നുണ്ട് രമേശ് ചെന്നിത്തല. എന്തായാലും പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ അധ്യക്ഷനെ തീരുമാനിക്കുന്നതിൽ നിർണായകമാകും.